ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയായിലൂടെ ദൈവം അരുളി ചെയ്തതെല്ലാം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ രാജാവായ ആഹാബിന് മേൽ ദൈവം വരുത്തുന്ന ശിക്ഷകൾ നമ്മൾ കാണുന്നുണ്ട്. 3 വർഷക്കാലത്തേക്ക് സിറിയയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമുണ്ടായില്ല. എന്നാൽ പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ്. കാരണം സിറിയക്കാർ ഇസ്രായേലിൻ്റെ ഭാഗമായ റാമോത്ത് ഗിലെയാദ് പിടിച്ചെടുത്തിരുന്നു. റാമോത്ത് ഗിലെയാദ് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഇസ്രായേൽ രാജാവായ ആഹാബ് തൻ്റെ അനുയായികളോട് പറയുന്നുണ്ട്, തൻ്റെ സേവകരോട് പറയുന്നുണ്ട്, നമ്മൾക്ക് റാമോത്ത് ഗിലെയാദ് തിരിച്ചു പിടിക്കണ്ടേ. ആ സാഹചര്യത്തിലാണ് യൂദാ രാജാവായ യഹോഷാഫാത്ത് യൂദാ രാജാവ് യഹോഷാഫാത്ത് അവിടെ എത്തുന്നത്. സന്ദർശിക്കാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ യൂദാ രാജാവിനോട് ഇസ്രായേൽ രാജാവ് പറയുന്നുണ്ട്, നീ എന്നോടൊത്ത് യുദ്ധത്തിന് പോരുമോ? അവൻ പറഞ്ഞു, എൻ്റെ ആൾക്കാർ നിൻ്റെ ആൾക്കാർ പോലെയും എൻ്റെ സൈന്യം നിൻ്റെ സൈന്യം പോലെയും എൻ്റെ രഥം നിൻ്റെ രഥം പോലെയുമല്ലേ. യഹോഷാഫാത്ത് പറയുന്നുണ്ട്, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നീ ദൈവത്തിൻ്റെ ഇംഗിതം ആരായണം. അങ്ങനെ ദൈവത്തിൻ്റെ ഇംഗിതം ആരായാൻ വേണ്ടി ആഹാബ് രാജാവ് തൻ്റെ പ്രവാചകന്മാരെ വിളിച്ചു കൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. ആ 400 പേരും പ്രവചിച്ചു, നീ യുദ്ധത്തിന് പോവുക, ആ ദേശം ദൈവം നിനക്ക് തിരിച്ചു തരും. ഇത് കേട്ട് യഹോഷാഫാത്ത് വീണ്ടും പറഞ്ഞു, ദൈവത്തിൻ്റെ ഇംഗിതം ആരായാൻ വേണ്ടി മറ്റു പ്രവാചകൻ ആരുമില്ലേ? അപ്പോൾ ആഹാബ് രാജാവ് പറയുന്നുണ്ട്, ഒരുവനും കൂടിയുണ്ട്. അവൻ ഇംലായുടെ പുത്രനായ ഒരു പ്രവാചകനാണ്. അവനെ എനിക്ക് ഇഷ്ടമില്ല, അവനോട് എനിക്ക് വെറുപ്പാണ്. കാരണം ഇതുവരെയും അവനെനിക്ക് അനുകൂലമായി യാതൊന്നും പ്രവചിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ യഥാർത്ഥമായ പ്രവാചകൻ ദൈവം അരുളി ചെയ്യുന്നത് മാത്രമാണ് സംസാരിക്കുന്നത്. അവൻ രാജാവിൻ്റെയോ പ്രഭുക്കന്മാരുടെയോ ഇഷ്ടമനുസരിച്ചല്ല സംസാരിക്കുന്നത്. ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അത് പറയാൻ അവൻ തയ്യാറാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് കാണുന്നത്, പ്രവാചകനെ വിളിച്ചു, പ്രവാചകൻ വന്നു, പ്രവാചകൻ പറഞ്ഞു, നീ യുദ്ധത്തിന് പോയിക്കൊള്ളുക, രാജ്യം കർത്താവ് നിന്നെ ഏൽപ്പിക്കും. അപ്പോൾ വീണ്ടും രാജാവ് പറയുന്നു, നീ എന്നോട് നുണ പറയരുതെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അവൻ വീണ്ടും പറയാണ്, യുദ്ധത്തിന് പോയിക്കൊള്ളുക, കാരണം ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിതറിക്കിടക്കുന്നു ഞാൻ കാണുന്നു. ഉടനെ ആഹാബ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവനെനിക്ക് എതിരായിട്ട് സംസാരിക്കുകയുള്ളൂ എന്ന്. ഇസ്രായേൽ ജനം ചിതറിക്കിടക്കുക എന്ന് പറഞ്ഞാൽ, നാഥനില്ലാതെ ചിതറിക്കിടക്കുക എന്ന് പറഞ്ഞാൽ, ഈ ജനത്തിന് രാജാവായി ഒരാളുണ്ടെങ്കിലും യഥാർത്ഥമായ രാജാവിൻ്റെ ദൗത്യം അവൻ നിറവേറ്റുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ
മറ്റു പ്രവാചകന്മാരുടെ എന്തുകൊണ്ടാണ് അവർ നുണ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആഹാബിൻ്റെ പരാജയം ഉണ്ടാകാൻ വേണ്ടി പ്രവാചകന്മാരുടെ നാവുകളിൽ നുണയുടെ ആത്മാവിനെ അവിടുന്ന് നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന് തിരുവെഴുത്തിലൂടെ നാം കാണുകയാണ്. ചില തകർച്ചകൾ വരുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ നാവിലും ദൈവം നുണയുടെ ആത്മാവിനെ നിവേശിപ്പിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിലാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അവർ യഹോഷാഫാത്തിനെയും അവൻ്റെ സൈന്യങ്ങളെയും കൂട്ടിക്കൊണ്ട് സിറിയയിൽ നിന്ന് രാജ്യം പിടിച്ചെടുക്കുവാൻ വേണ്ടി യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ യുദ്ധത്തിന് പോയപ്പോൾ ആഹാബ് രാജാവ് പറയുന്നുണ്ട്, ഞാൻ രാജാവിന് വേഷം ധരിക്കുന്നില്ല. യഹോഷാഫാത്ത് രാജാവിന് വേഷം ധരിക്കുക, ഞാൻ വേഷപ്രച്ഛന്നനായിട്ട് ഞാൻ യുദ്ധത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ യുദ്ധത്തിനായി നിരന്നപ്പോൾ സിറിയയുടെ രാജാവ് പറഞ്ഞു, ചെറിയവരെയും വലിയവരെയും നോക്കണ്ട, രാജാവിനെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്. അങ്ങനെ അപ്പോൾ രാജാവിനെ വേഷം ധരിച്ചിരിക്കുന്ന യഹോഷാഫാത്തിനോട് യുദ്ധം ചെയ്തപ്പോൾ യഹോഷാഫാത്ത് അലറി വിളിച്ചു, കരഞ്ഞു, നിലവിളിച്ചു. അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവർ പറഞ്ഞു, അത് രാജാവല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എതിർച്ചയ സിറിയയുടെ പടയാളിയുടെ വില്ലിൽ നിന്ന് ഒരു അമ്പ് ആഹാബിൻ്റെ ശരീരത്തിൽ തറയ്ക്കുന്നുണ്ട്. അത് കവചത്തിൻ്റെയും പടച്ചട്ടയുടെയും ഇടയിൽ ആ അമ്പ് തറച്ചു. അവന് നന്നായി മുറിവേറ്റു. അവൻ്റെ രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. അപ്പോൾ രാജാവ് തൻ്റെ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ചു വിടുക. അവൻ രാജാവിനെ സിറിയയുടെ ജനത്തിന് നേരെ രഥത്തിൽ നിവർത്തിയിരുത്തിക്കൊണ്ട് രഥം ഓടിച്ചു. അവൻ്റെ രക്തം വാർന്ന് രഥത്തിൻ്റെ അടിയിലൂടെ ഒഴുകി. അപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ ഉയർന്നു, അവരുടെ ദേശത്തേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുക. ഇവിടെ ആഹാബ് രാജാവ് മരിച്ചു. അവൻ്റെ രഥം സമറിയായിലെ കുളത്തിൽ അവൻ കഴുകി, ചോര മുഴുവൻ കഴുകിക്കളഞ്ഞു. അവനെ സംസ്കരിച്ചു. ദൈവം നമ്മൾ കാണുന്നത് ഏലിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തത് സംഭവിക്കുന്നതാണ്. ഏലിയ പ്രവാചകൻ അവനോട് പറഞ്ഞിരുന്നു, നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുമെന്ന്. ഇവിടെ അവൻ്റെ രക്തം രഥത്തിൽ ഉണ്ടായിരുന്ന രക്തം ആ കുളത്തിൽ കഴിയുമ്പോൾ ആ കുളത്തിലെ ജലം നായ്ക്കൾ നക്കി കുടിച്ചു. വേശികൾ ആ കുളത്തിൽ കുളിച്ചു. നമ്മൾ ഓർക്കണം, പ്രവാചകന്മാർ അരുളി ചെയ്യുന്നതിന് കാലതാമസം ദൈവം വരുത്തിയത് അവൻ്റെ അനുതാപം മൂലമാണ്. എന്നാൽ വീണ്ടും അവൻ്റെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രകോപനം ഉണ്ടാക്കുന്നതായതുകൊണ്ട് അവൻ്റെ ഭരണവർഷം അവസാനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അവൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ചു. കാരണം അവൻ്റെ കൊട്ടാരത്തിന് സമീപത്ത് ഉണ്ടായിരുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയെ നാബോത്തിനെ കൊന്ന് അവൻ്റെ സ്ഥലം കയ്യേറിയതാണ്. അപ്പോഴാണ് ദൈവം തൻ്റെ പ്രവാചകനോട് അരുളി ചെയ്തത്, നീ അവൻ്റെ സ്ഥലം കയ്യേറിയോ, നീ അവനെ വധിച്ചുവോ? അവനപ്രകാരം ചെയ്തതുകൊണ്ട് പറയുന്നുണ്ട്, അവൻ്റെ രക്തം വീണ സ്ഥലത്ത് നിന്റെ രക്തം വീഴുകയും നായ്ക്കൾ അത് നക്കി കുടിക്കുകയും ചെയ്യുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറാം, തിന്മയിൽ നിന്ന് പിന്തിരിയാം. വരും ദിനങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് നന്മയിലൂടെ മുന്നേറുവാനും തിന്മ ചെയ്യുവാനും കാണിച്ചതിൻ്റെ
100 ഇരട്ടി ദൈവത്തോടുള്ള സ്നേഹത്തോട് ചേർന്നിരിക്കുവാൻ തക്കവിധം നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.